അടുത്തതായി സ്റ്റേജസ് ഓഫ് ലൈഫ് സ്പാൻ. ലൈഫ് സ്പാനിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസുകൾ എന്തൊക്കെയാണ്? ഏതൊരു ഓർഗാനിസം ആയിക്കോട്ടെ, ആ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ ഏതുമായിക്കോട്ടെ, എന്നാലും എല്ലാ ഓർഗാനിസും ഈ പറഞ്ഞ ഡിഫറെൻറ്റ് സ്റ്റേജസുകളിലൂടെ കടന്നു പോകണം. സോ ഓരോ ഓർഗാനിസും ഈ പറഞ്ഞ 4 സ്റ്റേജസുകളിലൂടെ കടന്നു പോകണം. സോ സ്റ്റേജസ് ഓഫ് ലൈഫ് സ്പാൻ 4 ടൈപ്പ് അല്ലെങ്കിൽ 4 സ്റ്റേജുകളാണ്. ഒന്നാമത്തേത് ജുവനൈൽ സ്റ്റേജ് അഥവാ വെജിറ്റേറ്റീവ് ഫേസ്. രണ്ടാമത്തെ സ്റ്റേജാണ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് ഏജിങ് അഥവാ സെനസെൻസ്. നാലാമത്തെ സ്റ്റേജാണ് ഡെത്ത് സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജ് ജുവനൈൽ സ്റ്റേജ്. ജുവനൈൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ ബർത്ത് തൊട്ട് റിപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന വരെയുള്ള കാലയളവാണ് ജുവനൈൽ സ്റ്റേജ്. ഒരു ഓർഗാനിസം ജനിച്ച് അതിന് റീപ്രൊഡക്റ്റീവ് എബിലിറ്റി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എന്നാണോ അറ്റൈൻ ചെയ്യുക, എന്നാണ് നേടാൻ പറ്റുന്നത്, അതുവരെയുള്ള കാലയളവാണ് ജുവനൈൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ബർത്ത് തൊട്ട് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി നേടിയെടുക്കുന്നത് വരെയുള്ള കാലയളവ്. ഇതിനെ വെജിറ്റേറ്റീവ് ഫേസ് എന്നും പറയപ്പെടുന്നു. ഈ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിലാണ് ഈ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത്. സോ ജുവനൈൽ സ്റ്റേജ് അഥവാ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് തൊട്ട് റീപ്രൊഡക്റ്റീവ് എബിലിറ്റി അല്ലെങ്കിൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് നേടിയെടുക്കുന്നത് വരെയുള്ള കാലയളവ്, അതാണ് ജുവനൈൽ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജാണ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ എന്താണ്, ആ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി എത്ര കാലമുണ്ടോ അതാണ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. എന്ന് പറയുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് തൊട്ട് ഏജിങ് ആവണ വരെ. സോ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എന്ന് തൊട്ടാണോ നേടിയെടുത്തത് അല്ലെങ്കിൽ ആ മെച്യൂരിറ്റി കൈവന്നത് അത് തൊട്ട് ഏജിങ് ആവണ വരെ. ഏജിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ, റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഉണ്ടാവില്ല. സോ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഉള്ള ആ ഡ്യൂറേഷൻ, ആ കാലഘട്ടമാണ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. സോ റീപ്രൊഡക്ഷൻ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് തൊട്ട് ഏജിങ് ആവണ വരെയുള്ള കാലയളവാണ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് ഏജിങ് അഥവാ സെനസെൻസ്. ഏജിങ് അഥവാ സെനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി തുടങ്ങി അത് ഏജ്ഡ് ആവണ വരെയുള്ളതാണ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. ഏജിങ് ആയിക്കഴിഞ്ഞാലുള്ള പിന്നെ സ്റ്റേജാണ്, ആ ഏജിങ്ങിൽ എന്ത് സംഭവിക്കുന്നു, ഏജിങ്ങിൽ ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും എല്ലാ വൈറ്റൽ ആക്ടിവിറ്റീസും പതുക്കെ പ്രോഗ്രസീവ്ലി സ്ലോലി പതുക്കെ അത് കുറയാൻ തുടങ്ങുന്നു. സോ പ്രോഗ്രസീവ്ലി അത് കുറയാൻ തുടങ്ങും. ഇത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഡിലേ ആവാൻ തുടങ്ങും, സ്ലോ ഡൗൺ ആവാൻ തുടങ്ങുന്നു. ആ സ്ലോ ഡൗൺ ആകുമ്പോൾ ഈ പറഞ്ഞ ഏജിങ് അഥവാ സെനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇറിവേഴ്സിബിൾ ചേഞ്ചാണ്. ഇറിവേഴ്സിബിൾ എന്നാൽ തിരിച്ച് പഴയ സ്റ്റേജിൽ ഏജിങ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെനസെൻസ് ആയിക്കഴിഞ്ഞാൽ തിരിച്ചൊരിക്കലും പഴയ സ്റ്റേജുകളിലോട്ട് കടന്നു പോകാൻ പറ്റുകയില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് ഏജിങ് അഥവാ സെനസെൻസ്. സോ ഏജിങ് അഥവാ സെനസെൻസിൽ എന്താണ് സംഭവിക്കുന്നത്, ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും എല്ലാ വൈറ്റൽ ആക്ടിവിറ്റീസും എന്ത് ചെയ്യും, പതുക്കെ പ്രോഗ്രസീവ്ലി സ്ലോ ഡൗൺ ആവാൻ തുടങ്ങുന്നു, അത് ഡിലേ ആവാൻ തുടങ്ങുന്നു. അതൊരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചാണ്. തിരിച്ചൊരിക്കലും പഴയ സ്റ്റേജിലേക്ക് ചെന്നെത്താൻ പറ്റില്ല. അതാണ് ഏജിങ് അഥവാ സെനസെൻസ്. ലാസ്റ്റ് സ്റ്റേജാണ് ഡെത്ത് സ്റ്റേജ്. ഡെത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സെസേഷൻ ഓഫ് ലൈഫ് ആക്ടിവിറ്റീസ്. ഈ പറഞ്ഞ മെറ്റബോളിക് ആക്ടിവിറ്റീസും വൈറ്റൽ ആക്ടിവിറ്റീസും ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നേരത്തെ സ്റ്റേജിൽ ഡിലേ ആയിക്കൊണ്ടു സ്ലോ ഡൗൺ ആയി തുടങ്ങി. ബട്ട് ഡെത്ത് സ്റ്റേജ് എത്തുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും സെസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആവാൻ തുടങ്ങും. എല്ലാ ലൈഫ് ആക്ടിവിറ്റീസും പതുക്കെ ഇവിടെ സ്ലോ ഡൗൺ ആയി അത് ഡെത്ത് സ്റ്റേജിൽ എത്തുമ്പോൾ എന്താണ്, അതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും, നിൽക്കാൻ തുടങ്ങുന്നു. സോ ഡെത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും നിന്ന് കഴിഞ്ഞാൽ അതെന്താണ്, ഡെത്ത് സ്റ്റേജാണ്. സോ ജുവനൈൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബർത്ത് തൊട്ട് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് വരെയുള്ള കാലയളവാണ്. റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് തൊട്ട് ഏജിങ് വരെയുള്ള കാലയളവാണ്. ഏജിങ് അഥവാ സെനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ സ്ലോ ഡൗൺ ആയി അല്ലെങ്കിൽ ഡിലേ ആവുന്ന ഒരു സ്റ്റേജാണ് ഏജിങ്. സെനസെൻസ് എന്ന് പറയുന്നത് ഇത് ഇറിവേഴ്സിബിൾ ചേഞ്ചാണ്, തിരിച്ചൊരിക്കലും പഴയ സ്റ്റേജിലേക്ക് എത്താൻ പറ്റില്ല. ഡെത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ലോ ഡൗൺ ആയ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ആവാൻ തുടങ്ങുമ്പോൾ അതെന്താ സ്റ്റോപ്പായി എന്ന് പറഞ്ഞാൽ ഡെത്ത് സ്റ്റേജ് എത്തി എന്നർത്ഥം. സോ ഏതൊരു ഓർഗാനിസം ഏത് തന്നെ ലൈഫ് സ്പാൻ ആയിക്കോട്ടെ, ഏത് തന്നെ സൈസ് ആയിക്കോട്ടെ, എല്ലാ ഓർഗാനിസത്തിനും ഈ 4 സ്റ്റേജുകളിലൂടെ കടന്നു പോവേണ്ടതായിട്ടുണ്ട്.